ദാവണി അവസാന ഭാഗം. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. പണി തീരാത്ത വീടിന്റെ തിണ്ണയിൽ ഇരുട്ടിലേക്ക് നോക്കിയിരിക്കായിരുന്നു ഞാൻ. അച്ഛൻ പതിയെ അടുത്തേക്ക് വന്നു. നീ എന്താ മോനു ലേറ്റ് ഒന്നും ഇടാതെ ഇവിടെ വന്നിരിക്കുന്നേ? ഒന്നുമില്ല, ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമുണ്ട്, തണുത്ത കാറ്റ്. അച്ഛനും അടുത്തിരുന്നു. എത്ര പെട്ടെന്നാ ജീവിതം മാറിപ്പോയത് അല്ലേ? ഞാനൊന്ന് മൂളി. സത്യമാണ് പറഞ്ഞത്. ഒരാഴ്ച അച്ഛൻ ഹോസ്പിറ്റലായിരുന്നു. പിന്നെ ഇപ്പോൾ 1 വർഷത്തോളമായിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം വെൽഡിംഗ് ജോലി മതിയാക്കി ഞാൻ കൂലിപ്പണി തുടങ്ങി. പക്ഷെ അതിലൊന്നും സങ്കടം തോന്നിയില്ല. ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു നഷ്ടപ്പെട്ടത്, നിത്യ. അവളെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ കണ്ണ് നിറയുന്നുണ്ട്. മോനു, അച്ഛനൊരു കാര്യം പറയട്ടെ. നിനക്ക് ഇതിൽ നിന്നൊരു മോചനം വേണ്ടേ? നിത്യയെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം എല്ലാ അച്ഛനും അമ്മയ്ക്കും അറിയാം. നമ്മളൊരാൾക്ക് വേണ്ടെന്നാണെങ്കിൽ അയാളെ അങ്ങ് വിട്ടേക്കണം. വീട്ടല്ലോ. എന്നിട്ടാണോ അവളെ ഓർത്ത് ഇന്നും കരയുന്നത്? നിന്നെ വഞ്ചിച്ചവൾക്ക് വേണ്ടി കരഞ്ഞ അത് സ്വയം അപമാനിക്കുന്നതിന് തുല്യ. അതിനു പോലുള്ള അർഹത അവൾക്കില്ല. അച്ഛൻ പതിയെന്നെ ചേർത്ത് പിടിച്ച്. നീ ഇങ്ങനെ തകർന്നിരിക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ലടാ. എനിക്കും നിന്റെ അമ്മക്കും ആകെയുള്ള സന്തോഷം നീയാ. ഏതോ ഒരുത്തിക്ക് വേണ്ടി നീ അതില്ലാതാക്കരുത്. ഇല്ല അച്ഛൻ, എനിക്ക് മാറണം. അതിനായിട്ട് പരിശ്രമിക്കാൻ ഞാനൊരു വഴി പറയട്ടെ, പറ്റുമെങ്കിൽ നീ ചെയ്യ. ആ, നിന്റെ ലക്ഷ്മി മാമി വിളിച്ചിരുന്നു. അവൾ നിനക്ക് അവിടെ എന്തെങ്കിലും ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. കുറച്ച് നാൾ നീ അവിടെ പോയി നിൽക്ക്. പുതിയ നാടും കൂട്ടുകാരൊക്കെ ആകുമ്പോൾ ഇപ്പോഴത്തെ സങ്കടങ്ങളെല്ലാം നീ മറക്കും. ഞാൻ പോയി അച്ഛനോട് ആരുടെ സഹായത്തിന്? ഇവിടെ എന്താ കുഴപ്പം? എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല. അടുത്ത ആഴ്ച മുതൽ 2-3 ബേക്കറിയിലേക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്. രാവിലെ ഞാനും നിന്റെ അമ്മയും കൂടി ഉണ്ടാക്കും. അവർ വന്ന് കൊണ്ടുപോയിക്കോളും. പിന്നെന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഓടിയെത്താൻ അടുത്തൊക്കെ ആളുണ്ടല്ലോ. ഏയ്, അതൊന്നും ശരിയാവില്ല. ശരിയാവണം. ഞങ്ങൾക്ക് നീയാ വലുത്. കുറച്ച് നാൾ അവിടെ പോയി താമസിച്ച് മനസ്സൊക്കെ മാറി ഇങ്ങോട്ട് വാ. എനിക്ക് ഉറപ്പുണ്ടടാ, ഇത് നിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന്. അച്ഛൻ എഴുന്നേറ്റു. പോയി കിടക്കാൻ നോക്ക്, നേരെ ഒരുപാടായി. അമ്മ ഉറങ്ങിയാ സാർ? അവൾക്ക് നിന്റെ കാര്യമൊത്ത് ടെൻഷൻ അടിച്ചാണെന്ന് തോന്നുന്നു. തലവേദന. ഒരു ഗുളിക കഴിച്ച് കിടന്നതാ. അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തിണ്ണയിലേക്ക് മലർന്നു കിടന്ന് കണ്ണടച്ച്. എവിടെ വച്ചാണ് ജീവിതം വഴിമാറിയത്? അന്ന് അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ദിവസം രാത്രി വൈകി നിത്യയുടെ ഫോൺ ബിസി കണ്ടത് മുതൽ അവളോട് വഴക്കിട്ടതിൽ കുറ്റബോധം തോന്നിയിരുന്നു. ഇത്രയും വർഷം കൂടെയുണ്ടായിരുന്ന പെണ്ണിനെ സംശയിക്കുന്നത് എത്ര വൃത്തികേടാണ്. മറ്റുള്ളവരറിഞ്ഞാൽ മുഖത്ത് കാറിത്തുപ്പും. അത് സംശയമുണ്ടായിരുന്നില്ല. മനസ്സ് കലങ്ങിയിരുന്ന സമയത്ത് അവളുടെ സാമീപ്യം ആശ്വാസം തരുമെന്ന് കരുതിയാണ് വിളിച്ചത്. എന്നോട് സംസാരിക്കാതെ അവൾ മറ്റൊരാൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചപ്പോൾ തോന്നിയ ദേഷ്യം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ എന്നെപ്പറ്റി എന്ത് കരുതും? പ്രണയമൂത്ത് സംശയരോഗിയായെന്നു. ഇതൊക്കെ ഓർത്ത് അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവളെ നേരിട്ട് പോയി കണ്ട് മാപ്പറണമെന്ന് കരുതിയിരുന്നപ്പോഴാണ് അടുത്ത ആഘാതമേറ്റത്. ഹോസ്പിറ്റൽ ക്യാനിൽ ചായ കുടിക്കാൻ പോയതായിരുന്നു ഞാൻ. സൂരജ്! പിന്നിൽ നിന്നൊരു വിളിയായിട്ട് തിരിഞ്ഞു നോക്കി. അശ്വിൻ. ഞങ്ങളുടെ സ്കൂൾ സഹപാഠിയായിരുന്നു. ഇപ്പം നിത്യയുടെ കോളേജിൽ തന്നെയാണ്, വേറെ ഡിപ്പാർട്ട്മെൻറ്റ്. നീ എന്താണ് അവിടെ? അച്ഛൻ അഡ്മിറ്റാ. നീയോ? എന്നൊരു കൂട്ടുകാരൻ്റെ കൂടെ വന്ന. അച്ഛനെന്ത് പറ്റി? ഒരു നെഞ്ചുവേദന. നിത്യൊന്നും പറഞ്ഞില്ലേടാ? നിങ്ങൾ അടുത്തടുത്ത വീട്ടിലല്ലേ? അവൻ ആദ്യമായി കാണുന്ന പോലെ എന്നെ നോക്കി നിൽക്കുകയാണ്. എന്താ അശ്വിൻ? നിങ്ങളിപ്പോൾ സംസാരിക്കാറുണ്ടോ? മിനിഞ്ഞാന്ന് രാത്രി ചെറുതായിട്ടൊന്ന് ഉടക്കി. ഇന്നലെ അച്ഛൻ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടായിരുന്നു. അവളുടെ പിണക്കം മാറിയില്ലെന്ന് തോന്നുന്നു. റിപ്ലൈ ഒന്നും കിട്ടിയില്ല. ആ, ഇന്നോ നാളെ കാണാൻ വരുമായിരിക്കും. അശ്വിൻ്റെ മുഖത്ത് സഹതാപം നിറഞ്ഞു. അവൻ എൻ്റെ തോളിലൂടെ കൈയിട്ട് പുറത്തേക്ക് നടന്നു. സൂരജ്, ഞാൻ കരുതി നീയെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുന്നു. എന്ത്? എടാ, വർഷങ്ങളായിട്ട് എനിക്ക് നിങ്ങളെ രണ്ടുപേരും അറിയാം. നിങ്ങളുടെ ഇഷ്ടവും അറിയാം. പക്ഷെ നീ കുറച്ചാളായിട്ട് പറ്റിക്കപ്പെടുകയായിരുന്നു. ആരെങ്കിലും നടന്നൊക്കെ നിന്നെ അറിയിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. നിന്റെ നമ്പർ എൻ്റെ കയ്യിലില്ലല്ലോ. ഒന്ന് തെളിച്ചു പറയടാ. നിത്യക്ക് ഞങ്ങളുടെ കോളേജിൽ ഒരു സീനിയർ പയ്യനായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഞാൻ കുറച്ചു നേരം അവനെ തന്നെ നോക്കിയിരുന്നു. പിന്നെ പൊട്ടിച്ചിരിച്ച്. സതീഷ് എന്നല്ല അവൻ്റെ പേര്. എനിക്കറിയാം. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാ. ഒരിക്കലും എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നല്ലപോലെ പാട്ടുപാടൊക്കെ ചെയ്യുന്നയാൾ. ഇവൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ബന്ധവും പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. കോളേജിലെ പല പിള്ളേർക്കും ഇവരുടെ സൗഹൃദത്തോട് അസൂയാണെന്ന് എനിക്കറിയാം. അയാൾക്ക് നിത്യ അനിയത്തിയെ പോലെയാണ്. നീ എന്തൊരു മണ്ടനാടാ! അശ്വിൻ പൊട്ടിത്തെറിച്ചു. അതുവഴി വന്ന ആളുകൾ ശ്രദ്ധിക്കുന്ന കണ്ടപ്പോൾ അവൻ എന്നെ കുറച്ച് അകലേക്ക് മാറ്റി നിർത്തി. എന്നാ കേട്ടോ, ഈ അനിയത്തിയും ചേട്ടനെ അവൻ്റെ ആൾ താമസമില്ലാത്ത വീട്ടിൽ വെച്ച് ഇന്നലെ നാട്ടുകാർ പൊക്കി. രണ്ടിനും ഉടുതുണി പോലും ഇല്ലായിരുന്നു. ഇവളുടെ അച്ഛൻ്റെ കൂട്ടുകാരവിടെ ഉണ്ടായിരുന്നുണ്ട് പോലീസിനെ വിളിച്ചില്ല. പെട്ടെന്ന് വീട്ടിലെത്തിച്ചു.
അവന് 2 എണ്ണം കൊടുത്തപ്പോൾ സത്യം പുറത്തു വന്നു. ഇത് ആദ്യത്തെ തവണ അല്ലായിരുന്നു പോലും. വേറൊന്നുകൂടെ പറഞ്ഞു, അവനൊരു ജോലി കിട്ടിയിടൻ ഒന്നിച്ച് ജീവിക്കാനാ തീരുമാനമെന്ന്. നല്ല കാശുള്ള വീട്ടിലെ ചെക്കനായതുകൊണ്ട് കേസും ബുക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയോടെ തീരുമാനമായി 2നെയും കെട്ടിക്കാൻ. അശ്വിൻ നിന്ന് കിതച്ച് കണ്ണിൽ ഇരുട്ട് കയറി കാതുകൾ കൊട്ടിയടച്ച പോലെ ഞാൻ നിൽക്കുകയാണ്. ആ നിമിഷം മരിച്ചു കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയി. നിത്യയെ പരിചയപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ ഉണ്ടായതെല്ലാം മനസ്സിൽ മിന്നിമാഞ്ഞു. അശ്വിൻ എന്നെ കുലുക്കി വിളിച്ചു. എനിക്ക് എവിടെയെങ്കിലും ഇരിക്കണം. ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. അവനെന്നെ അവിടെയുള്ള ചെയറിലിരുത്തി. നാണക്കേട് കൊണ്ട് ഇത് അധികാരം അറിയാതിരിക്കാൻ അവിടെ വീട്ടുകാർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കോളേജിലെ ചിലരൊക്കെ അറിഞ്ഞു. അതാ ഞാൻ പറഞ്ഞു നീ അറിഞ്ഞു നേരിയെന്ന്. ഒന്നും മിണ്ടാതെ കേട്ടിരിക്കാനേ കഴിഞ്ഞുള്ളൂ. സാരല്ലടാ പോട്ടെ. വിഫലമായ ആശ്വാസവാക്കുകൾ. അശ്വിന്, ഞാൻ അകത്തേക്ക് പോവാ. അച്ഛൻ തനിച്ചേ ഉള്ളൂ. അമ്മ വീട് വരെ പോയതാ. പാതി മയക്കത്തിലെന്ന പോലെ അവനോട് പറഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് നടന്നു. അച്ഛൻ നല്ല ഉറക്കത്തിലാണ്. പതിയെ ബാത്റൂമിൽ ചെന്ന് ഡോറടച്ച് ശബ്ദമില്ലാതെ കരഞ്ഞ് ഏറെ നേരം. കലങ്ങിയ കണ്ണുകൾ കണ്ട് അമ്മയും അച്ഛനും വല്യമ്മാവനും മാമിയും ഒക്കെ വേവലാതിയോടെ കാര്യം ചോദിച്ചെങ്കിലും ആർക്കും ഉത്തരം നൽകിയില്ല. 2 ദിവസത്തിന് ശേഷം രാത്രി നിത്യയെ വിളിച്ചു. പലതവണ ഉത്തരം കിട്ടിയില്ല. എനിക്ക് നേരിൽ കാണണം അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്ന മെസ്സേജ് വിട്ടപ്പോൾ നാളെ രാവിലെ 10 മണിക്ക് ടൗണിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള പാർക്കിൽ വെച്ച് കാണാമെന്നൊരു മറുപടി വന്നു. അന്ന് ഉറങ്ങിയില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റിയില്ല. ഒരുതരം ഭ്രാന്തമായ അവസ്ഥ. 10 മണിക്ക് മുമ്പ് തന്നെ പാർക്കിലെത്തി. നിത്യ അവിടെയുണ്ട്, കൂടെ അവളുടെ കസിൻ സൗമ്യയും. എന്നെ കണ്ടപ്പോൾ സൗമ്യ കുറച്ചകലേക്ക് മാറി നിന്നു. എന്തിനാ വരാൻ പറഞ്ഞ? എനിക്കധികം സമയമില്ല. മുഷിപ്പോടെ അവൾ പറഞ്ഞു. എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. ഇവളെയാണ് ഇത്രയും വർഷം സ്നേഹിച്ചത്. ഇവളുടെ കൂടെയുള്ള ജീവിതമാണ് താൻ സ്വപ്നം കണ്ടത്. എന്തിനാ ഇത് ചെയ്ത്? അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോയിക്കൊണ്ട് ചോദിച്ച്. ഉത്തരമില്ല. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ഒഴിഞ്ഞു മാറി തരുമായിരുന്നല്ലോ. പറഞ്ഞ് പറ്റിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ നിന്നോട്? ശബ്ദമിടറാതിരിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. എടാ, നീയൊന്ന് മനസ്സിലാക്ക്. വേണമെന്ന് വെച്ചിട്ടല്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നിന്നെ ഇഷ്ടമൊക്കെയാ, പക്ഷെ നീ അനാവശ്യമായിട്ട് റൂൾസൊക്കെ വെക്കാൻ തുടങ്ങി. എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത പോലെ. എന്നും നിന്നെ കാണണം, ടൈം വെച്ച് വിളിക്കണം, എവിടെ പോയാലും നിന്നെ അറിയിക്കണം. ഇതൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാ. ഞാനെപ്പോഴാ അങ്ങനെയുള്ള കണ്ടീഷൻസ് വെച്ച് നിന്നെ കാണാനും സംസാരിക്കാനും കൊതിച്ചത് തെറ്റാണ്. നീ എന്നോട് പറയാതെ എവിടെയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പേരിൽ വഴക്കിട്ടിട്ടുണ്ടോ? എന്താണ് നീ ഉദ്ദേശിച്ച സ്വാതന്ത്ര്യം? വേറെ തന്നെ കൂടെ കിടക്കുന്നോ? സൂരജ്, അനാവശ്യം പറയരുത്. നിനക്ക് കാണിക്കാം ഞാൻ പറയുന്നത് തെറ്റ് അല്ലേ? കുറ്റപ്പെടുത്താനാണോ നീ എന്നെ വിളിച്ചു വരുത്തിയത്? എന്നാ കേട്ടോ, ഞാൻ ചെയ്തതൊക്കെ തെറ്റാ, മാപ്പ്. കുറ്റപ്പെടുത്താനല്ല, എനിക്കില്ലാത്ത എന്ത് പ്രത്യേകതയാ അവനിൽ കണ്ടെന്ന് അറിഞ്ഞാൽ മതി. പിന്നെ എത്ര നാളായി ഞാൻ ചതിക്കപ്പെടുന്നു എന്നും. എൻ്റെ മുഖത്തെ ദേഷ്യവും സങ്കടവും കണ്ടിട്ടാണ് അവൾ പതറി. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവിടെയുള്ള സിമെന്റ് ബെഞ്ചിൽ അവൾ ഇരുന്നു. ഞാനും. എടാ, നിന്നെ എനിക്ക് എത്ര ഇഷ്ടമായിരുന്നു എന്നറിയാലോ. സതീഷേട്ടൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അതേ ഉള്ളൂ. എൻ്റെ വീട്ടിലൊക്കെ സതീഷേട്ടൻ വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ഏട്ടന് വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് എന്നെ ഓവർ ഫ്രീഡം നൽകി. അതിങ്ങനെയൊക്കെ ആയിപ്പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ഒന്ന് ചോദിച്ചോട്ടെ നിത്യ, നാട്ടുകാർ നിന്നെ അവനെ പിടിച്ചപ്പോൾ അവൻ സമ്മതിച്ചിരുന്നു ആദ്യമായിട്ടല്ല ഇതെന്ന്? എപ്പോഴായിരുന്നു ആദ്യത്തേത്? മറുപടിയില്ല. ഉറക്കം വരുന്നെന്ന് പറഞ്ഞിട്ട് നീ എന്നോട് സംസാരിക്കുന്ന പെട്ടെന്ന് അവസാനിപ്പിച്ച നാളെ മുതൽ അല്ലേ? നിത്യ തലവിളിച്ചിരിക്കുകയാണ്. എൻ്റെ അച്ഛൻ ആശുപത്രിയിൽ അഡ്മിറ്റായപ്പോൾ ആദ്യം വിളിക്കാൻ തോന്നിയ നിന്നെയാ, ഒരാശ്വാസം കിട്ടാൻ വേണ്ടി. നീ പറഞ്ഞ എറണാകുളത്തുള്ള കസിനോട് സംസാരിക്കുകയാണെന്നല്ലേ? എങ്ങനെ തോന്നിയടി എന്നെ ചതിക്കാൻ? ഭാവിയെക്കുറിച്ച് എന്തൊക്കെ കണക്കൂട്ടലുകളായിരുന്നു. ഞാനൊരു മണ്ടൻ, എല്ലാം വിശ്വസിച്ച്. എൻ്റെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കിയില്ല. ഞാനൊരു സാധാരണക്കാരൻ, പഠിപ്പില്ല, പണമില്ല, പാട്ട് പാടാനോ പ്രസംഗിക്കാനോ ഉള്ള കഴിവില്ല. ഇതൊക്കെയുള്ള ഒരുത്തന്നെ കിട്ടിയപ്പോൾ സമർത്ഥമായിട്ട് എന്നെ വഞ്ചിച്ചു. വേറൊരുത്തൻ്റെ കൂടെ കിടന്നിട്ടും യാതൊരു കുറ്റബോധമില്ല ദിവസം രാവിലെ എൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കാനുള്ള നിന്റെ കഴിവ്, ഹോ, അപാരം തന്നെ. എടാ, പറഞ്ഞില്ലേ, പറ്റിപ്പോയി. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു. അതിനുശേഷം ഞാൻ നിന്നിൽ നിന്ന് അകലാൻ തുടങ്ങിയത്. എനിക്ക് നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധം അവസാനിപ്പിക്കാൻ നല്ലതെന്ന് തോന്നി. പക്ഷെ പെട്ടെന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സ് വേദനിക്കും. പതിയെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വെച്ച്. കൊള്ളാം. ഇത് ഞാനോ അല്ലെങ്കിൽ നീ കല്യാണം കഴിച്ച ശേഷം നിന്റെ ഭർത്താവാണ് ചെയ്തതെങ്കിലോ? ചതിക്കുന്ന എല്ലാവർക്കും അവരുടേതായ ന്യായങ്ങളുണ്ടാകും. എത്ര വലിയ സാഹചര്യം ഉണ്ടായാലും പ്രലോഭനങ്ങളുണ്ടായാലും സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ പങ്കാളിയെ വഞ്ചിക്കില്ല. അവൻ നിന്നെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോയതൊന്നല്ലല്ലോ, നീ സ്വമനസാലെ പോയതാ. അതിനർത്ഥം നീയും അത് ആഗ്രഹിച്ചു എന്ന് തന്നെയാണ്.
അവൾ തലകുനിച്ചിരിക്കുകയാണ്. ഞാൻ മെല്ലെ എഴുന്നേറ്റു. എല്ലാത്തിനും തീരുമാനമായ സ്ഥിതിക്ക് നിന്നെ കുറ്റപ്പെടുത്താനോ പ്രതികാരം ചെയ്യാനോ എന്നല്ല കാണാൻ വരാൻ പറഞ്ഞ. എന്നോട് ഈ കാണിച്ചതിൻ്റെ കാരണം നിന്റെ വായി നിന്നെ കേൾക്കാൻ വേണ്ടിയാ. എന്നാലേ നിന്നെ എനിക്ക് വെറുക്കാൻ പറ്റൂ. ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ വേദനയില്ലേ, ഇത് നാളെ വേറെ ആരെങ്കിലും നിനക്ക് തരും. അപ്പോഴേ നിനക്ക് മനസ്സിലാവും. പണവും പത്രാസുള്ള ഇതിനെ കിട്ടിയില്ലേ, ഹാപ്പിയായിട്ട് ജീവിക്കുക. എന്നോട് ക്ഷമിക്കണം, കൂടെ കിടന്ന് സ്നേഹം പ്രകടിപ്പിക്കാൻ ഞാൻ മറന്നുപോയി. അതല്ലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണയം. ഒരു കാര്യം കൂടി പറയാം, നീ വഞ്ചിച്ചതിനേക്കാൾ എനിക്ക് വേദന തോന്നിയത് അവൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞതാ. എടി കിടക്ക പങ്കിടാൻ വേണ്ടി കൂടെ കൂട്ടിയവനെ സുഹൃത്തെന്നൊരിക്കലും പറയരുത്. സൗഹൃദം എന്ന പരിശുദ്ധമായ വാക്കിനെയാ നീ അവനും ചേർന്ന് വ്യഭിചരിച്ചത്. ഇനി ഒരിക്കലും കാണാൻ ഇടവരാതിരിക്കട്ടെ. തിരിഞ്ഞടക്കുമ്പോൾ കണ്ണു നിറഞ്ഞ കാഴ്ചകൾ അപ്രത്യക്ഷമായി. ഇതിലും ഭേദം അവൾക്ക് എന്നെ കൊല്ലുന്നതായിരുന്നു. നടന്നതൊന്നും അപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ചുറ്റുമുള്ളവരൊന്നും ചതിക്കാൻ കഴിവില്ലാത്ത പാവങ്ങളായിരുന്നു. സിനിമകളിൽ മാത്രമേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതാ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു. ഞാൻ സ്നേഹിച്ച പെണ്ണ് മരിച്ചുപോയി. മൃതദേഹം കണ്ടിട്ട് തിരിച്ചു വരികയാണ്. ബസ്സിൽ ഇരുന്നോട് സ്വയം പറഞ്ഞു, മരിച്ചത് അവൾ മാത്രമല്ലല്ലോ, നീയും കൂടെ അല്ലേ എന്ന് മനസ്സ് തിരിച്ചു ചോദിച്ചു. അതെ, ഞാനും കൂടെയാണ്. സ്വപ്നങ്ങളുടെ മരണം എൻ്റേതുമാണ്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എൻ്റെ തകർച്ച ഞാൻ തന്നെ നോക്കി കാണുകയായിരുന്നു. ഒരു വശത്ത് അച്ഛൻ്റെ അസുഖവും സാമ്പത്തിക ബാധ്യതകളും, മറുവശത്ത് നിത്യയുടെ ഓർമ്മകൾ. പകലന്തിയോളം കൂലിപ്പണിയെടുത്ത് തളർന്നാലും രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. ദേഷ്യം, വാശി, സമനില തെറ്റിയതുപോലെ തോന്നി. ദേവിയാക്ക ദിവസം വിളിച്ച് സംസാരിക്കുമ്പോൾ ആ സമയത്ത് മാത്രം കുറച്ച് ആശ്വാസം തോന്നും. സ്നേഹിച്ചയാൾ നഷ്ടപ്പെടുന്നതിനേക്കാൾ സങ്കടമുണ്ടാവും അവർ വഞ്ചിച്ചു എന്നറിയുമ്പോൾ. മാനസിക സമ്മർദ്ദത്തിൻ്റെ ഒരു വർഷം പൂർത്തിയാവാൻ ഏതാനും നാളുകൾ മാത്രം. നിത്യയുടെയും സതീഷിൻ്റെയും വിവാഹം കഴിഞ്ഞതറിഞ്ഞു. അപ്പോഴും വെറുപ്പാണ് തോന്നിയത്. അവളോടല്ല, എന്നോട് തന്നെ. എന്തുകൊണ്ട് ഇന്നും അവൾ വെറുക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഇന്നും മറക്കാൻ കഴിയുന്നില്ല? ഫോൺ ബെല്ലടിച്ചപ്പോഴാണ് വേദനിപ്പിക്കുന്ന ചിന്തകളിൽ നിന്നുണർന്നത് ദേവിയക്ക. തമ്പി തൂങ്ങിടിച്ചാ? ഇല്ലക്ക, ഉറക്ക വരുന്നില്ല. അതേ നനച്ചിരിക്ക കൂടാതെ നീ എത്ര വാടി സൊല്ലിയിരിക്ക്? മറക്കാൻ കഴിയുന്നില്ലക്ക. ഞാനെന്ത് ചെയ്യാനാ? ഉന്നോട് വലിയ എനിക്ക് തെരിയത്. നീ സീക്രങ്ക വാ. ഞാൻ അവിടെ വന്നിട്ട് എന്തിനാ? അക്ക കോയമ്പത്തൂരല്ലേ? എനിക്ക് ചെന്നൈക്ക് ട്രാൻസ്ഫർ കിടച്ചിരിക്കടാ. നീ വാ, കവലപ്പെടാതെ. ഞാൻ എല്ലാവരും ഇരിക്ക്. സംസാരം അവസാനിപ്പിച്ചിട്ടു ഫോണും ചെവിയിൽ വെച്ച് അങ്ങനെ തന്നെ ഇരുന്നു. നമ്മൾ വഞ്ചിക്കുന്നവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെ കാണാതെ പോകുന്ന വിരോധാഭാസത്തിൻ്റെ പേരാണ് ജീവിതം. ഒരു കണക്കിന് മാമിയുടെ വീട്ടിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. ഇവിടെ സ്ഥിരം ജോലിയില്ല, അവിടെ നിന്നും കിട്ടുമായിരിക്കും. ഒന്നും കാണാതെ മാമിയൊക്കെ അങ്ങോട്ട് ചെല്ലാൻ പറയില്ലല്ലോ. 2 ദിവസത്തിന് ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ ചെന്നൈയിലേക്ക് തിരിച്ചു. ട്രെയിനിലിരിക്കുമ്പോഴും മനസ്സ് കലുഷിതമായിരുന്നു. നിത്യയുടെ ഓർമ്മകൾ. പിന്നെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും നിറകണ്ണുകൾ. ഞാൻ തിരിച്ചു വരും. ഹൃദയത്തിനേറ്റ മുറിവുകൾ ഉണങ്ങിയ ഉടനെ ഞാൻ തിരിച്ചു വരും. ചെന്നൈ മെയിലിൻ്റെ വേഗത വർദ്ധിച്ചതോടെ കണ്ണുകളടച്ച് ഞാൻ സീറ്റിലേക്ക് ചാരിയിരുന്നു. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ആൾക്കൂട്ടം പൊതുവെ ഇഷ്ടമില്ലാത്ത എനിക്ക് അവിടുത്തെ തിരക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മുന്നിൽ കണ്ട കടയിൽ നിന്ന് ഒരു കുപ്പിവെള്ളം വാങ്ങി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പോക്കറ്റിൽ നിന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്തു. ലക്ഷ്മി മാമിയാണ്. മാപ്പിളേ വന്നിടിച്ചാ? വന്നു മാമി, ഇപ്പൊ ട്രെയിൻ ഇറങ്ങിയതേ ഉള്ളൂ. ശരിടാ, വെളിയിൽ വന്നിട്. അങ്ങേ ഓട്ടോ സ്റ്റാൻഡ് പക്കത്തിൽ കനി വെയിറ്റ് പണിക്കിട്ടിരിക്ക്. സീക്രം വീട്ടിൽ വന്ന് സേറ്. അവരുടെ പുതിയ വീട്ടിലേക്കുള്ള അഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെന്തിനാ കനിമൊഴി വന്നത്? ദേവിയൊക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്തായാലും പോയേക്കാം. നല്ല വിശപ്പും ക്ഷീണവും ഉണ്ട്. തിരക്കിനിടയിലൂടെ പുറത്തേക്ക് നടന്നു. ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ കനിമൊഴി നിൽക്കുന്നുണ്ടായിരുന്നു. തിരിച്ചറിയാൻ ബുദ്ധിമുട്ടില്ല. അവൾ കുറച്ച് മെലിഞ്ഞിട്ടുണ്ട്. ചുരിദാറാണ് വേഷം. ആൾക്കൂട്ടത്തിനിടയിൽ എന്നെ തേടുകയാണ്. ഞാൻ ഇടതുവശത്തോട് അടുത്ത് ചെന്ന് പതിയെ വിളിച്ചു, കനി. അവൾ ഞെട്ടിത്തിരിഞ്ഞു. പിന്നെ ആ മുഖത്ത് സന്തോഷം നിറഞ്ഞു. വാങ്ക മാമ, ഉങ്ങളെ താൻ തേടിക്കൊണ്ടിരുന്നേ. ഞാൻ കണ്ടു. കുറെ നേരമായോ നീ കാത്തിരിക്കുന്നു? പറവല്ലേ, പോരാമാ? ഞാൻ തലയാട്ടി. ബസ്സിലോ ഓട്ടോയിലായിരിക്കും യാത്ര എന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് കനിമൊഴി ബൈക്ക് പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. ബാഗും തൂക്കി പിന്നാലെ ഞാനും. ഒരു ബ്ലാക്ക് കളർ സ്കൂട്ടിയിലേക്ക് അവൾ കയറി സ്റ്റാർട്ട് ചെയ്ത് തന്നെ നോക്കി. ഞാനൊന്നും മിണ്ടാതെ പുറകിൽ കയറി ബാഗ് മുതുകിൽ തൂക്കി. പാർക്കിംഗ് ഫീ കൊടുത്ത ശേഷം സ്കൂട്ടി റോഡിലേക്ക് ഇറങ്ങി. നല്ല ചൂട്. കുടിച്ച വെള്ളമെല്ലാം ആവിയായി പോയതുപോലെ. പസിക്കിത മാമ? എൻ്റെ മനസ്സ് വായിച്ച പോലെ അവൾ ചോദിച്ചു. ഏയ് ഇല്ല. എണ്ണമയമില്ലാത്ത അവളുടെ മുടിയിൽ ചൂടിയ മുല്ലപ്പൂവിൻ്റെ വശ്യമായ ഗന്ധം മൂക്കിലേക്ക് അടിച്ച് കയറി. അവൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്.
പക്ഷേ പലതും എനിക്ക് മനസ്സിലായില്ല. വെറുതെ മൂളിക്കൊണ്ടിരുന്നു. 20 മിനിറ്റോളം ആ കൊടുമ്പയിലിൽ യാത്ര ചെയ്ത ശേഷമാണ് സ്ഥലത്തെത്തിയത്. അയനവാരം ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഇടതുവശത്തേക്കുള്ള റോഡ്, ഒരു വശം സ്കൂള്, മറുവശത്ത് പേരറിയാത്ത മരങ്ങൾ, പിന്നെ വരി വരിയായി വീടുകൾ, വെള്ളയും ചുവപ്പും പെയിന്റ് അടിച്ച കോവിൽ മതിൽ, പിന്നെ ഒരു ചർച്ച്. ഒരു ഓട്ടോക്ക് കടന്നു പോകാൻ മാത്രം വീതിയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും പല വാഹനങ്ങളും നിർത്തിയിട്ടുണ്ട്. കനിമൊഴി അവക്കിടയിലൂടെ സമർത്ഥമായി സ്കൂട്ടി ഓടിച്ചു. വെള്ളപൂശിയ ഒരു കൊച്ചു വീടിന് മുമ്പിലെത്തിയപ്പോൾ അവൾ നിർത്തി. ചെറിയ ഗേറ്റ് എത്തിവലിഞ്ഞ് ചവിട്ടി തുറന്ന് സ്കൂട്ടി അകത്തേക്ക് എടുത്തു. ശബ്ദം കേട്ടിട്ടാവണം നിറഞ്ഞ ചിരിയോടെ ലക്ഷ്മി മാമി പുറത്തിറങ്ങി. വാങ്ക മാപ്പിളെ, ഇതാ നമ്മ വീട്. അവർ സന്തോഷത്തോടെ എന്നെ ചേർത്ത് പിടിച്ചു. കഴിഞ്ഞ തവണ വന്നപ്പോൾ വത്സരവാക്കത്തെ ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. കൊതുകടി കൊണ്ട് ഉറങ്ങാൻ പറ്റാതെ നേരം വെളുപ്പിച്ച ദിവസങ്ങൾ. പോരായിട്ട് അടുത്തുള്ള താമസക്കാരുടെ ബഹളവും. ഇതൊരു കൊച്ചു വീട് തന്നെയാണ്. കനിമൊഴി എൻ്റെ ബാഗ് വാങ്ങി അകത്തേക്ക് നടന്നു. മാമിയുടെ കൂടെ ഞാനും. 2 ബെഡ്റൂം, അടുക്കള, പിന്നെ ഒരു ലിവിംഗ് റൂം. അതായിരുന്നു ആ കൊച്ചു വീട്. ലിവിംഗ് റൂമിൻ്റെ ചുമരിൽ കുഞ്ഞമാമൻ്റെ ഒരു ഫോട്ടോ മാലയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നിലേക്കൊരു വാതിലുണ്ട്. എന്നെ അവർ അങ്ങോട്ട് കൊണ്ടുപോയി. ഒരു ചെറിയ മുറ്റമെന്ന് തന്നെ പറയാം. 3 വശവും കരിങ്കൽ കൊണ്ട് മതിൽ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം എന്താണെന്ന് അറിയില്ല. ഒരു വശത്തെ മതിലിനോട് ചേർന്നാണ് ബാത്റൂം. അതിനെതിരായി ആസ്ബറ്റോർ ഷീറ്റ് മേഞ്ഞൊരു ചായ്പ്, അതിനുള്ളിൽ ചെറിയൊരു കട്ടിൽ, അലമാര, ഒരു കസേര. എനിക്ക് അവിടെയാണ് താമസ സൗകര്യം ഒരുക്കിയെന്ന് മനസ്സിലായി. അതിൻ്റെ വാതിൽക്കൽ തന്നെ വലിയൊരു വേപ്പ് മരം, പിന്നെ വീടിനോട് ചേർന്ന് വരി വരിയായി നട്ടുപിടിപ്പിച്ച ചെണ്ടുമല്ലി പൂച്ചെടികൾ. മാമാ, ഉങ്ങൾക്ക് ഓക്കെ വാ, റൂം റൊമ്പ സിന്നത്. കനിമൊഴി ചെറിയ സങ്കടത്തോടെ പറയുന്നിട്ട് എനിക്ക് ചിരി വന്നു. ശരിയാ കനി, ഞാൻ കൊട്ടാരത്തിൽ വളർന്നവനാണല്ലോ, അതുകൊണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പോങ്ക മാമ, കിൻഡൽ പെണ്ണാതെ. അവൾ മുഖം വീർപ്പിച്ച് അകത്തേക്ക് പോയി. മാപ്പിളേ, കുളിച്ചു വാ, സാപ്പിടല. ഞാൻ തലയാട്ടി. മാറി ധരിക്കാനുള്ള ഡ്രസ്സും ടവലും എടുത്ത് ബാത്റൂമിൽ കയറി. വലിയൊരു പ്ലാസ്റ്റിക് ഡ്രമ്മിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ബക്കറ്റിലേക്ക് എടുത്ത് അലവഴി ഒഴിച്ചു. ഇളം ചൂടും ബ്ലീച്ചിങ് പൗഡറിൻ്റെ മണവുമുള്ള വെള്ളം. വേറെ വഴിയില്ല. കുളി കഴിഞ്ഞ് വസ്ത്രം മാറി അടുക്കളയിലെത്തിയപ്പോൾ പച്ചരിച്ചോറും സാമ്പാറും രസവും മുന്നിലെത്തി. നല്ല വിശപ്പുള്ള കൊണ്ട് തന്നെ ആർത്തിയോടെ കഴിച്ചു. പിന്നെ ലിവിംഗ് റൂമിലേക്ക് നടന്നു. കനിമൊഴി TV കാണുകയാണ്. അവൾ റിമോട്ട് എൻ്റെ നേരെ നീട്ടി. 2 മലയാളം ചാനൽ കിടക്കും. വേണ്ട, തമിഴ് മതി. ഞാൻ അവിടെ അരികിലായിരുന്നു. നാളെ നൈറ്റ് ഉങ്ങളെ ഫോൺ പണലിയാ, നീങ്ക താനേ അക്കവിടെ ബെസ്റ്റ് ഫ്രണ്ട്. ചെറിയൊരു അസൂയ സ്വരത്തിലുണ്ടായിരുന്നു. അതെ, നീ എന്നോട് മിണ്ടാത്തോണ്ടല്ലേ. യാർ സൊന്നെ, എങ്കിട്ട മട്ടും പേസമാട്ടെ, മുന്നാടി അപ്പഴിതാ. അന്ന് നിനക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു. ഞാൻ വീഴുന്നാണ്ട് ചിരിച്ചവളല്ലേ നീ. ഇപ്പോൾ അതെല്ലാം യാപകം എടുക്കാ. അവൾ അത്ഭുതപ്പെട്ടു. പിന്നില്ലാതെ. അതുകൊട്ടെ, ഇപ്പോൾ പഠിക്കുന്നില്ലേ? ആമാ, ഡിഗ്രി ഫൈനൽ ഇയർ. അത് കഴിഞ്ഞാലോ? അത് മുടിഞ്ചാ ഞാനായത് കല്യാണം പണി നിമ്മതിയാ വാഴണം. കൊള്ളാം, നല്ല ജീവിത ലക്ഷ്യം. അക്കയെ കണ്ടുപിടിക്ക്. ജോലി ചെയ്ത് കാശ് സമ്പാദിക്കുന്നു. നിന്നെ പണ്ട് കണ്ടപ്പോഴേ തോന്നി ഒരു മടിച്ചിയാണെന്ന്. മടിച്ചിയാ? അപ്പടിനെ എന്നാ? അതിൻ്റെ തമിഴ് ആലോചിച്ചുകൊണ്ടിരിക്കവേ മാമി സഹായത്തിനെത്തി. സോംബേറി, അടുക്കളയിൽ നിന്ന് മാമി വിളിച്ചു പറഞ്ഞു. എന്നെയാ സോംബേറിന്ന് സൊന്നെ? കനിമൊഴി എൻ്റെ കയ്യിൽ അമർത്തി നുള്ളി. അപ്രതീക്ഷിതമായതിനാൽ ഞാൻ ഉറക്കെ കൂവിപ്പോയി. കനി, മാമി ശാസന പോലെ വിളിച്ചു. മാപ്പിള സുമ്മ ഡിസ്റ്റർബ് പണ്ണാതെ കൊഞ്ച നേരം പോയി തൂങ്ക്, അപ്പുറം പേസലാം. ഞാൻ ചായ്പിൽ ചെന്ന് കിടന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്ന കാരണം പെട്ടെന്ന് ഉറങ്ങിപ്പോയി. കണ്ണ് തുറന്നപ്പോൾ നല്ല ഇരുട്ട്. മൊബൈലെടുത്ത് സമയം നോക്കി. രാത്രി 8:30 ഇത്ര നേരം ഉറങ്ങിയായിരുന്നു. അച്ഛൻ്റെ കുറേ മിസ്ഡ് കോൾ കൊണ്ട് തിരിച്ചു വിളിച്ചു. നീ എന്താ മോനു അവിടെ എത്തിയിട്ട് വിളിക്കാഞ്ഞ്? പേടിച്ചു പോയല്ലോ. അച്ഛാ, വന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങി. ഇപ്പോഴേറ്റേ ഉള്ളൂ. ആ, ഞാൻ നിന്റെ മാമി വിളിച്ചിരുന്നു. അമ്മയുടെ വല്യമ്മാവൻ്റെ വീട്ടിൽ പോയതാ. പിന്നെ പറഞ്ഞൊന്നും മറക്കണ്ട, ഇത് പുതിയൊരു ജീവിത. അവർക്ക് നിന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ജോലിക്കാരിക്ക് നിന്റെ മാമി സംസാരിച്ചോളൂ. അച്ഛൻ ഫോൺ വെച്ച ശേഷം ഞാൻ വേപ്പുമരത്തിൻ്റെ കീഴെയുള്ള കസേരയിലിരുന്നു. ചൂടുകാറ്റടിക്കുന്നുണ്ട്. ചർച്ചിൽ നിന്നുള്ള പ്രഭാഷണം കേൾക്കാം. ഫോൺ തുറന്ന് വെറുതെ ഗാലറിയിലൂടെ കണ്ണോടിക്കുകയായിരുന്നു. പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയൊരു ഫോട്ടോ കണ്ണിൽപ്പെട്ടു. നിത്യ ഒരു പിറന്നാളിന് എടുത്തതാണ്. തൊപ്പി വെച്ച് കയ്യിലൊരു കേക്ക് പീസുമായി ചിരിയോടെ നിൽക്കുന്ന ഫോട്ടോ. ഹൃദയത്തിൽ ചൂണ്ടക്കൊളുത്തിയിട്ട് വലിക്കുന്ന പോലൊരു വേദന അനുഭവപ്പെട്ടു. അറിയാതെ കണ്ണ് നിറയുന്നു. മാമാ, കനിമൊഴി തൊട്ടടുത്തുനിന്ന് വിളിച്ചു. പഴയ കാതിലിയെ നനച്ചിട്ടിരിക്കുക? ഏയ്, അങ്ങനെയൊന്നുമില്ല കനി, മറക്കാൻ പറ്റണ്ടേ. അവൾ കയ്യിലിരുന്ന ചായ ഗ്ലാസ് എനിക്ക് നീട്ടി.
இந்த உலகത്തിൽ உங்களுக்கு വേറെ പൊണ്ണ് എടുക്കാതാ? അവളൊന്നും മിണ്ടാതിൻ്റെ അടുത്തിരുന്നു. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? എതുക്ക്? പണ്ട് കുറേ നാൾ കൂടെ ഉണ്ടായിട്ടും നിന്നോട് മാത്രമൊന്നും സംസാരിച്ചിട്ടില്ല. മാമ തപ്പാ നിനക്ക് കൂടാതെ. ഉങ്ങളുടെ മൈനസ് പോയിന്റ് എന്നാന്ന് തെരിയുമാ? ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. നീങ്കേ പഴസപ്പറ്റി മട്ട് യോസിക്കരുത്. ശരിയാണ്, എൻ്റെ ഏറ്റവും വലിയ പോരായ്മ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നതാണ്. കനിമൊഴിയോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കവേ ദേവിയൊക്കെ ഫോൺ വിളിച്ചു. അരമണിക്കൂറോളം സംസാരിച്ചു. അത്താഴം കഴിഞ്ഞപ്പോൾ കടയിലേക്ക് വരുന്നോന്ന് മാമി ചോദിച്ചു. ഞാൻ തലയാട്ടി. അങ്ങനെ ഞങ്ങൾ രണ്ട് റോഡിലേക്ക് ഇറങ്ങി. ഒരു വശത്തൂടെ അഴുക്ക് ചാലൊഴുകുന്ന ചാണകത്തിൻ്റെ മണം പരക്കുന്ന വഴിയുടെ ഓരത്തുള്ള വീടുകൾക്ക് മുമ്പിൽ കട്ടിലിട്ട് ചിലർ കിടന്നുറങ്ങുന്നു. മാമി, ഇവർക്കൊന്നും വീടില്ലേ? അവങ്ങളുടെ വീടിന് മുന്നാടി താൻ പഠിക്കരുത്. ഹോ, ഈ നാറ്റ സായിച്ച് എന്തിനാ? മാമി ചിരിച്ചു. എല്ലാമേ പഴക്കായിടിച്ച്. കടയിൽ നല്ല തിരക്കുണ്ട്. മാമി പച്ചക്കറികൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ സഹായിച്ചു. ലക്ഷ്മി, യാറിത്? കടക്കാരൻ ചോദിച്ചു. അണേ, അവിടെ അക്കാ പയ്യന്താ കാലിതാ വന്നേ. ഏതാവത് വിശേഷം ഇരിക്കാ? ഇല്ല, ഇവ ഇനിമേ ഇങ്കതാ. സെൽവാവുടെ കമ്പനിയിൽ വേറെ അടി പണിയാച്ച്. അപ്പടിയാ, ரொம்ப നല്ലത്. കടക്കാരൻ എന്നെ നോക്കി ചിരിച്ചു. സാധനങ്ങൾ വാങ്ങി തിരിച്ചു തരുമ്പോൾ മാമി എന്നെ നോക്കി. മാപ്പിളെ, നല്ല റെസ്റ്റ് എടുത്തിട്. ദേവി വന്നതുക്കപ്പുറം വേലയ്ക്ക് പോയില്ല. എന്ത് ജോലിയാണെന്ന് ഞാൻ ചോദിച്ചില്ല. വെറുതെ ഒന്ന് മൂളി. വീട്ടിലെത്തിയപ്പോൾ ലിവിംഗ് റൂമിൽ നിലത്ത് പായ വിരിച്ച് കരിമൊഴി TV കണ്ടുകൊണ്ട് കിടക്കുകയാണ്. നീ ഇവിടെയാണ് ഉറങ്ങാറ്? ആമ, പടം പാത്തിക്കിട്ടേ തൂങ്ങും. മാമി, വെറുതെ അല്ല, ഇവൾക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്ത. സൊന്ന കേൾക്കാതെ മാപ്പിളെ, സീക്രം ആരാவது തേടി പിടിച്ച് കല്യാണം മുടിച്ചിടണം. അതാ നല്ലത്. ഭർത്താവിൻ്റെ വീട്ടിൽ പോയതൊന്നും നടക്കില്ല. ഞാൻ சொல்றது കേൾക്കുന്നവർ മറ്റന്നാ കല്യാണം പണ്ണു. കിട്ടിയ തന്നെ. രാത്രി വൈകുവോളം ഞാനും മാമിയും സംസാരിച്ചു. കുഞ്ഞമാമനെക്കുറിച്ച്, അവരുടെ പഴയ ജീവിതത്തെക്കുറിച്ച്, പാതി വഴിയിൽ നഷ്ടമായ സ്വപ്നങ്ങളെക്കുറിച്ച്. ആ വേദന മറ്റാരെക്കാളും എനിക്ക് മനസ്സിലാവുമായിരുന്നു. ആശ്വസിപ്പിക്കാൻ വാക്കുകളൊന്നുമില്ല. അയ്യോ, ரொம்ப ലേറ്റ് അടിച്ചു മാപ്പിളെ, പോയി തൂങ്ങിട്. നാളെ കാലയിൽ ഞാൻ വേലയ്ക്ക് പോയിടും. കനിയും ഇருக்கு. ഉനക്ക് എന്നെ തേവയോ അവൾക്കിട്ട് കേള്. കൂച്ചപ്പെടക്കൂടാതെ, ഇത് ഉന്നയുടെ വീട് താൻ. ഇങ്ങോട്ട് വരുമ്പോഴുണ്ടായിരുന്ന സങ്കോചം പൂർണ്ണമായും മാറിയിരുന്നു. എൻ്റെ വീട്ടിലെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെയും ഫീൽ ചെയ്യുന്നത്. പുതിയ ജോലി കൂടിയാൽ എല്ലാം ശരിയാവുമെന്ന് മനസ്സ് പറയുന്നുണ്ട്. ചായപ്പിലെ കസേരയിരുന്നപ്പോഴേക്കും ഒരു ജാറുമെടുത്ത് കനിമൊഴി അങ്ങോട്ട് വന്നു. എന്താ ഇത്? തണ്ണി. അവളത് കട്ടിലിൻ്റെ അടുത്ത് വെച്ചു. മാമാ, നീക്ക് ഓക്കെ താനേ? അതെയല്ലോ. ശരി, ഇനി എന്താ പൊണ്ണതിനെ ചഴക്കൂടാതെ? ഇല്ല. സത്യം? കുറച്ച് പ്രയാസമാണ്, എന്നാലും ശ്രമിക്കുന്നുണ്ട്. വെരി ഗുഡ്. അവൾ വാതിൽക്കിലേക്ക് നടന്നു. അവിടെത്തി തിരിഞ്ഞെന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. മാമാ, മുഴുസവളം മറന്നതുക്കപ്പുറം കൂടെ ആരാவது വേണം തോന്നിരിച്ചാ എങ്കിട്ട് സൊല്ല്. എനിക്കവൾ പറഞ്ഞ് മനസ്സിലായില്ല. എന്താ കനി? നമ്മ എല്ലാവരും അപ്പടിതാ മാമാ. കനുവൾക്ക് പിന്നാടി പോകുമ്പോൾ നിജം പാക്ക മാട്ടേൻ. ചീറ്റ് പണി പോയവളെ നനച്ച് അഴുമ്പോൾ ഉങ്ങളെ ഉന്മയാ നേസിക്കുന്നവരെ കണ്ണുക്ക് തെറിയാതെ. ഒരു നാൾ ഉങ്ങൾക്കത് പുരിയും. അവൾ ഭംഗിയായി പുഞ്ചിരിച്ചു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാമാ, നാളെ പാക്കലാം. അവൾ പുറത്തിറങ്ങി വാതിൽ ചാരി. കനിമൊഴി പറഞ്ഞതിൻ്റെ പൊരുളറിയാതെ ഞാൻ കിടക്കയിലേക്ക് ചാഞ്ഞു. സന്തോഷവും സമാധാനവും നിറഞ്ഞ 2 വർഷങ്ങൾ പിന്നിട്ടു. സെൽവരാജ് അണ്ണൻ്റെ കമ്പനിയിലാണ് ജോലി. വെൽഡിംഗ് തന്നെ. നാട്ടിലെ പോലെ ചെറിയ കടയൊന്നുമല്ലായിരുന്നു അത്. വലിയ ഗേറ്റുകളും സ്റ്റെയറുകളും ഉൾപ്പെടെ എല്ലാം ഉണ്ടാക്കും. 10ഓളം ജോലിക്കാരുണ്ട്. മുൻപരിചയമുള്ളതുകൊണ്ട് തന്നെ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മെയിൻ പണിക്കാരനായി. വലിയ ബിൽഡിങ്ങുകളുടെ വർക്കുകളായിരിക്കും കൂടുതൽ. ചിലപ്പോൾ വീട്ടിൽ വരാൻ പോലും കഴിയാറില്ല. അങ്ങനെ 2 ദിവസത്തെ ജോലി കഴിഞ്ഞ് ഒരു ഞായറാഴ്ച രാവിലെ വന്നതാണ് ഞാൻ. നവമി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കട അവധിയാണ്. എന്നെ മാപ്പിളെ, സെൽവ ரொம்ப വേല കൊടുക്കുതാ? മാമി എൻ്റെ ക്ഷീണിച്ച രൂപം കണ്ട സഹതാപത്തോടെ ചോദിച്ചു. അയ്യോ, അങ്ങനെയൊന്നുമില്ല മാമി. അണ്ണൻ എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതല്ലേ. മറീന ബീച്ചിനടുത്തൊരു ഹോസ്പിറ്റലിൻ്റെ വർക്കാണ്, പെട്ടെന്ന് തീർക്കണം, അതാ. ശരി, കുളിച്ചിട്ട് വാ, സാപ്പിടலாம். കനിയും ദേവിയൊക്കെ എവിടെ മാമി? കോവിലിൽ പോയതാ. അടുത്ത് തന്നെ ഒരു മാരിയമ്മൻ കോവിലുണ്ട്, അവിടേക്കായിരിക്കണം. ഞാൻ ബാത്റൂമിൽ കയറി. ദേവിയൊക്കെ ചെന്നൈയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. കനിമൊഴി ഡിഗ്രി കഴിഞ്ഞ ശേഷം പഠിക്കാൻ പോയില്ല, വീട്ടിൽ തന്നെയാണ്. പക്ഷേ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും ഒരു ഡേ കെയർ സെൻ്ററിൽ ജോലി ചെയ്തും കാശ് സമ്പാദിക്കുന്നുണ്ട്. നിത്യയുടെ ഓർമ്മകൾ ഏകദേശം പൂർണ്ണമായും വിട്ടകലാൻ സഹായിച്ചത് അവളാണ്. അവളുടെ കളിച്ചിരികൾ, കുസൃതികൾ, നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുന്ന എല്ലാം ഞാൻ ആസ്വദിക്കുകയായിരുന്നു. ഞാൻ മാസങ്ങൾ കൂടുമ്പോൾ നാട്ടിലേക്ക് പോകും. അപ്പോൾ കൂടുതൽ കരയുന്ന അവളാണ്. കുളിച്ച് ഭക്ഷണം കഴിച്ച ശേഷം ഞാൻ റോഡിലേക്ക് ഇറങ്ങി. തൊട്ടടുത്തൊരു പുതിയ വീടിൻ്റെ പണി നടക്കുന്നുണ്ട്. മാമിയുടെ കൂട്ടുകാരിയുടെ മകളുടേതാണ്. ഞാൻ അതിനകത്ത് കയറിയിരുന്ന് വീട്ടിലേക്ക് ഫോൺ വിളിച്ച് അച്ഛനോടും അമ്മയോടും സംസാരിച്ചു. അതിനുശേഷം വെറുതെ ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു. പാദസരത്തിൻ്റെ കിലക്കം കേട്ടാണ് തല ഉയർത്തി നോക്കിയത്. കനിമൊഴി.
ഏ മാമ ഇങ്ങ വന്ന് ഉക്കാർത്. ചുമ്മാ. ഞാൻ ചിരിച്ചു. അവളൊരു ചെറിയ കടലാസ് പൊതി തുറന്നു. കൈനീട്ട്. എന്തിനാ? സോന്നത് സൈ. ഞാൻ കൈനീട്ടി. അവളൊരു ചുവന്ന ചരടെടുത്ത് വലത് കൈയിൽ കെട്ടിത്തന്നു. കോവിലിൽ പൂജ ചെയ്താ? അവൾ ചിരിച്ചു. പിന്നെ എൻ്റെ അടുത്തിരുന്നു. അക്കയുടെ ഒരു ഫ്രണ്ട് പാകണം ചൊല്ലി പോയിടിച്ച്. കനി, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്നാ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പെട്ടെന്നുള്ള ചോദ്യമായതുകൊണ്ടാണ് അവളൊന്ന് പകച്ചു. അത് വന്ന് എന്തോ ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള കഴിവ് നിനക്കുണ്ടെന്നറിയാം. അതാണ് ചോദിച്ചത്. കുറച്ചു നേരം മൗനം. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. എനിക്കൊരു കുറവും വരാതെ നീയും അക്കയും മാമയും ശ്രദ്ധിക്കുന്നുണ്ട്. അവരെക്കാൾ ഒരുപടി മുകളിലാണ് നീ എന്നെ കെയർ ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നീ എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നിന്റെ വായിൽ നിന്ന് എനിക്ക് കേൾക്കണം. അവൾ എഴുന്നേറ്റു. മാമാ നീങ്ക ശരിയാണ് ട്യൂബ്ലൈറ്റ് താൻ. ഇവളവ് നാളെ உங்களுக்கு புரியலையா? ஆமாம், எனக்கு உங்களை ரொம்ப பிடிக்கும். அது நீங்கள் அந்த பொண்ணுகளை கூட பிரேக்கப் ஆயதுக்கு அப்புறம் இல்லை, சின்ன வயசுலேருந்து எனக்கு பிடிக்கும். அப்பா உயிரோடு இருந்தப்போ அடிக்கடி சொல்லும் என்னை உங்களுக்கு கல்யாணம் பண்ணி கொடுக்கணும்னு. அந்த டைமில் அது ஒரு ஜோக்கு மட்டும்தான். ஆனால் ஊரில் வந்ததும் உங்களை பார்த்ததும் எனக்குள்ள ஏதோ ஒரு... அதுக்கப்புறம் ரொம்ப வருஷம் கழிச்சு நான் உங்களை மறுபடியும் பார்த்தேன். அப்போ உங்களுக்கு ஒரு கேர்ள் ஃப்ரெண்ட் இருந்தது. என்ன ஆசை யார்கிட்டையும் சொல்லலை. நிறைய பேர் ப்ரப்போஸ் பண்ணியிருக்கேன். ஆனால் உள்ளவங்களை வச்சுட்டு நான் எப்படி ஓகே சொல்லும்? நீங்கள் இந்த வீட்டுக்கு வந்ததுக்கப்புறம் ரொம்ப கனவுண்டேன். எப்பாவது ஒரு நாள் கனி எனக்கு ஒன்று பிடிச்சிருக்கு என்று நீங்கள் சொல்லுன்னு நினச்சி. ஆனால் உங்களுக்கு என் காதல் புரியறதுக்கு மட்டும் இத்தனை வருஷம் தேவைപ്പെട്ടിടിച്ച്. അവളുടെ കണ്ണുകൾ നനയുന്ന എനിക്ക് കാണാമായിരുന്നു. അതല്ല കനി, എനിക്ക് നിന്നെ ഇഷ്ടമൊക്കെയാണ്. പക്ഷേ വേറൊരു അർത്ഥത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതിന് കാരണം പേടി തന്നെയാണ്. ഒരുപാട് സ്നേഹിച്ചിട്ട് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന അതെന്താണെന്ന് അനുഭവിച്ചതാണ് ഞാൻ. അവൾ മൃദുവായി ഒന്ന് മന്ദഹസിച്ചു. മാമ, ഒരു റിലേഷൻഷിപ്പ് സിൻസിയറായിരുന്നാ யாரும் விட்டு போக மாட்டேன் மாமா. எந்த ரீசன் இருந்தாலும் போக மாட்டேன். அப்படி ഒരാൾ പോയിരുന്നാ அந்த കാതൽ പോയതാ. നിജമില്ലേ? എനിക്ക് വാക്കുകളൊന്നും കിട്ടിയില്ല. കനിമൊഴി പുറത്തേക്ക് നടന്നു. കനി, ഒരു മിനിറ്റ്. അവൾ തിരിഞ്ഞു നോക്കി. ഇതെല്ലാം മാമിക്കും ദേവിയക്കാക്കും അറിയോ? എനിക്ക് ഉങ്ങളെ പിടിക്കുന്ന തെരിയും, എന്തളവെന്ന് தெரியாது. അതെനിക്കും കടവൾക്കും മട്ടുന്താ തെരിയും. കണ്ണുകൾ തുടച്ചുകൊണ്ട് കനിമൊഴി നടന്നകന്നു. ഒരാൾ പ്രാണനെ പോലെ വർഷങ്ങളായി സ്നേഹിക്കുന്നു എന്നറിഞ്ഞിട്ടും സന്തോഷിക്കാൻ കഴിയാത്തൊരവസ്ഥ. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണയമെന്ന വികാരം മറന്നുപോയിരുന്നു. ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നു, വീട്ടിലെ ബാധ്യതകൾ തീർക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ മാമിക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാശ് കൊടുത്താൽ മാമി വാങ്ങില്ല. അതിനാൽ വീട്ടു സാധനങ്ങൾക്ക് ഞാൻ തന്നെ വാങ്ങും. പലപ്പോഴും കഠിനാധ്വാനമാണെങ്കിലും അതൊക്കെ ആസ്വദിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇതിനിടയിൽ പ്രണയത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. കനിമൊഴിക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും പ്രോത്സാഹിപ്പിച്ചില്ല. പക്ഷേ ഇപ്പോൾ അവളോട് എനിക്കും എന്തോ ഒരു അടുപ്പം തോന്നി തുടങ്ങി. അവളുടെ സാമീപ്യം വല്ലാത്ത ആനന്ദം നൽകുന്നു എന്ന തിരിച്ചറിവ്. അതാണ് നേരിട്ട് ചോദിച്ചത്. കുറച്ചു നേരം കൂടി അവിടെ തന്നെ ഇരുന്ന ശേഷം ഞാനും വീട്ടിലേക്ക് നടന്നു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ദേവിയക്കൊരു വിവാഹാലോചന വന്നു. അക്കയുടെ കോളേജ് ഫ്രണ്ടാണ് കക്ഷി. ദുബായിലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഡോക്ടറാണ്. നല്ല കുടുംബം. പക്ഷേ മാമിക്ക് ഭയമായിരുന്നു. അത്രയും വലിയ ബന്ധമൊന്നും വേണ്ടെന്നാണ് മാമിയുടെ അഭിപ്രായം. ഞാൻ മെല്ലെ അക്കയുടെ അടുത്ത് ചെന്നു. അക്ക, എന്നെ തമ്പി എന്തു തീരുമാനിച്ചു? അമ്മാവക്ക് പിടിക്കലേനാ, എനിക്ക് വേന. മാമിയുടെ കാര്യം ഇട്, അക്കയ്ക്ക് ഇഷ്ടമാണോ? ரொம்ப നാളാവേ തെരിയും, നല്ലവർ താൻ. ആഹാ, ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഈ ആലോചന വന്ന് അക്ക അറിഞ്ഞിട്ടാണോ? അത് അക്കൊന്ന് പരിങ്ങി, പിന്നെ ചമ്മിയെ ചിരിയിരിച്ച്. എങ്കിട്ടെ കേട്ടേൻ, അമ്മാവക്ക് ഓക്കെന്നാ എനിക്ക് ഓക്കെന്ന് ചൊല്ലിടിച്ച്. എന്താ കള്ളി, എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഒന്നും അറിയാതെ പോലെ ഇരിക്കുകയല്ലേ? സത്യമാ വേറൊന്നുമില്ലേ? നമ്പർ ആർക്കിട്ടെന്ന് വാങ്ങി ഫോൺ പണിടിച്ച്. അവളും താൻ. അക്കയ്ക്ക് ഇഷ്ടമാണോ? ഉത്തരവില്ല. പറ. എന്നാ പിന്നൊന്നും നോക്കണ്ട, ബാക്കി ഞാൻ ഏറ്റു. പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. നാട്ടിലേക്ക് വിളിച്ച അച്ഛനോടും വല്യമ്മാവനോടും ഇത് അവതരിപ്പിച്ചു. എൻ്റെ ആത്മവിശ്വാസം കണ്ടിട്ടാണ് അവർ മാമി വിളിച്ച് സംസാരിക്കുകയും സമ്മതിപ്പിക്കുകയും ചെയ്തു. 1 മാസത്തിനുള്ളിൽ അടുത്തടുത്ത സത്യസായി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഡോക്ടർ ശരവണൻ ദേവിയക്കയുടെ കഴുത്തിൽ താലി ചാർത്തി. നാട്ടിൽ നിന്ന് എല്ലാവരും പങ്കെടുത്തിരുന്നു. ഭർതൃഗൃഹത്തിലേക്ക് യാത്ര പുറപ്പെടും മുമ്പ് എന്നെ കെട്ടിപ്പിടിച്ചാണ് അക്ക ഏറ്റവും കൂടുതൽ കരഞ്ഞത്. ഞാനും കരഞ്ഞുപോയി. ഇത്രയും നാൾ എനിക്ക് താങ്ങും തണലുമായി നിന്നയാളാണ് അക്ക. കനിയെ ഉങ്കിട്ട് ഒപ്പടിച്ചതാൻ ഞാൻ പോറേൻ. ഞാൻ തലയാട്ടി. കനിമൊഴിയും കരയുന്നുണ്ട്. സ്വന്തം അച്ഛനിൽ ജനിച്ചല്ലെങ്കിലും ദേവിയൊക്കെ അവൾ വേറെ കണ്ടിട്ട് കൂടി ഇല്ലായിരുന്നു. മാമിയെയും കനിമൊഴിയെ ആശ്വസിപ്പിക്കാൻ അച്ഛനും അമ്മയും പാടുവിട്ടു. 2 ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരും നാട്ടിലേക്ക് മടങ്ങി. ആ വീട്ടിൽ ഞാനും മാമിയും കനിമൊഴിയും മാത്രമായി.
ദിവസവും പലതവണ ദേവിയക്കയെ ഫോൺ വിളിക്കും. അക്കയുടെ ഭർത്താവ് ശരവണനും എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. 1 മാസം കഴിഞ്ഞ് അദ്ദേഹം ദുബായിലേക്ക് പോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കമ്പനിയിൽ ജോലി റെഡിയാക്കി ദേവിയക്കയും കൊണ്ടുപോയി. പതിയെ ഞാൻ എൻ്റെ ജോലി തിരക്കുകളിലേക്ക് മുഴുകി. ഒരു ദിവസം വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നതായിരുന്നു ഞാൻ. കനിമൊഴി ലിവിംഗ് റൂമിലിരുന്ന് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റു. മാമാ, ടീ പോട്ടുമാ? ഇപ്പോൾ വേണ്ട, നിന്റെ ക്ലാസ് എടുക്കട്ടെ. മാമിയുടെ ഉടമ്പ് മുടിയില്ലേന്ന് ചൊല്ലി പടുത്തതാൻ. അപ്പം ഇന്ന് ജോലിക്ക് പോയില്ലേ? പോയിടിച്ച്, അപ്പുറം മധ്യാഹ്നം തിരുമ്പി വന്നിരിച്ച്. ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറി ഒന്ന് മാമിയുടെ മുറിയിലേക്ക് കയറി. സുമരിനോട് ചേർന്ന് ചിരിഞ്ഞ് കിടക്കുകയാണ് അവർ. മാമി എഴുന്നേൽക്ക്, ഹോസ്പിറ്റലിലേക്ക് പോവാം. ഉത്തരമില്ല. നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. പതിയെ കുലുക്കി വിളിച്ച് നോക്കി. അനക്കമില്ലാതിരുന്നപ്പോൾ മനസ്സിലേക്ക് ഭയം ഇരച്ചു കയറി. മാമി! ഞാൻ വീണ്ടും വീണ്ടും വിളിച്ചു. പക്ഷേ എല്ലാം വിഫലമായി. ശബ്ദം കേട്ട് കനി അകത്തേക്ക് വന്നു. എന്നാച്ചു മാമ? അവൾ വേവലാതിയോട് ചോദിച്ചു. എന്ത് മറുപടി വേണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ട്യൂഷന് വന്ന അടുത്ത വീട്ടിലെ കുട്ടിയോട് അവൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ടുവരാൻ ഞാൻ ആവശ്യപ്പെട്ടു. സൊല്ലു മാമ, അമ്മാവുക്ക് എന്നാച്ച്? അവൾ കരച്ചിൽ പോലെ ചോദിച്ചു. ഞാൻ എഴുന്നേറ്റ് അവളെ ചേർത്ത് പിടിച്ചു. എൻ്റെ മുഖത്തേക്കും മാമിയെയും മാറി മാറി നോക്കിയ ശേഷം അവൾ കുതറി മാറി. പിന്നെ അലറി കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ആ തെരുവിലെ ജനങ്ങളെല്ലാം ലക്ഷ്മി മാമിയുടെ വീട്ടുമുറ്റത്തെത്തി. തെരുവിൽ അങ്ങേ തലക്കൽ ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടർ ആന്റണി വന്ന് മരണം സ്ഥിരീകരിച്ചു. എല്ലാവർക്കും ആവോളം സ്നേഹം വാരിക്കോരിക്കൊടുത്ത ലക്ഷ്മി മാമിയുടെ ഹൃദയം എന്നേക്കുമായി നിലച്ചത് അവിശ്വസനീയമായി എനിക്ക് തോന്നി. ദേവിയക്കയും ഭർത്താവും പിന്നെ നാട്ടിലുള്ളവരും വരുന്നവരെ മൃതദേഹം ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചു. പിന്നെ അടുത്തുള്ള ശ്മശാനത്തിൽ അഗ്നിയിൽ സമർപ്പിച്ചു. പ്രാണനെപ്പോലെ സ്നേഹിച്ചവനെ വീട്ടുകാരുടെ പിടിവാശിക്ക് വേണ്ടി ഉപേക്ഷിച്ച് വേറൊരാളുടെ ഭാര്യയായി. അയാളുടെ അകാല മരണത്തിന് ശേഷം എല്ലാവരും ഉപേക്ഷിച്ച് പഴയയാളുടെ സ്നേഹപൂർണമായ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും ഒരുമിച്ച് ജീവിച്ച് പിന്നെയും തനിച്ച് 2 പെൺമക്കളെയും കൊണ്ട് അതിജീവനത്തിനായിട്ടുള്ള പോരാട്ടം. ഒടുവിലിതാ ഇവിടെ ആ യാത്ര അവസാനിക്കുന്നു. കുഞ്ഞമ്മാമൻ്റെ ബോഡിയുടെ കൂടെ നാട്ടിലേക്ക് വന്ന മാമിയുടെ രൂപം മനസ്സിൽ തെളിഞ്ഞ് 2 കുട്ടികളെയും ചേർത്ത് പിടിച്ച് ഉമ്മറത്തിൻ്റെ കോണിൽ നിർവികാരതയോടെ ഇരിക്കുന്ന ഒരു സാധു സ്ത്രീ. മാപ്പിളേ എന്ന വിളി കാതിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ തുടക്കാൻ പോലും ശേഷിയില്ലാതെ ഞാൻ അതേ നിൽപ്പ് തുടർന്നു. ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ച് കുറച്ച് ദിവസങ്ങൾ കൂടി അവിടെ താമസിച്ച ശേഷം ദേവിയക്കയും ഭർത്താവും മടങ്ങിപ്പോയി. ദേവിയക്കയ്ക്ക് തീരെ മനസ്സുണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛനും വല്യമാവനും നിർബന്ധിച്ചപ്പോൾ അനുസരിക്കേണ്ടി വന്നു. അവർ പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ വല്യമാവനും മാമിയും അമ്മയും പോയി. ആ വീട്ടിൽ ഞാനും അച്ഛനും കനിമൊഴിയും മാത്രമായി. മുറ്റത്ത് കസേരയിട്ടിരിക്കുകയായിരുന്നു അച്ഛൻ. ഞാൻ അടുത്തിരുന്നിരുന്നു. ലക്ഷ്മിയുടെ മുഖം മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോണില്ല. അച്ഛൻ സങ്കടപ്പെട്ടു. ഒരു കണക്കിന് സുഖവർണ്ണല്ലേ അച്ഛ? അധികം കിടന്നിറങ്ങിക്കാതെ ഉറക്കത്തിൽ മരിക്കുന്നത് ഭാഗ്യമല്ലേ? ഒരു മരണവും സുഖമുള്ളതല്ല മോനു. മരിക്കുന്നവർക്ക് ജീവൻ മാത്രമേ നഷ്ടാവുന്നുള്ളൂ. പക്ഷെ അവരെ ആശ്രയിച്ച് കഴിയുന്നവരുടെ സന്തോഷങ്ങൾ കൂടി നഷ്ടപ്പെടും. കനിയുടെ കാര്യം തന്നെ നോക്ക്. ഞാൻ മിണ്ടിയില്ല. ഞാൻ നാളെ തിരിച്ചു പോയാലൊന്ന് ആലോചിക്കുക. ഞാനും വരുന്ന അച്ഛ. അപ്പൊ ഇവളോ? തനിച്ചാക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. ഞാൻ അകത്തേക്ക് നടന്നു. കനിമൊഴി ബെഡിൽ കിടക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റു. ഞാൻ ബെഡിലിരുന്ന് അവളുടെ കൈ പിടിച്ച് അരികിലിരുത്തി. നാളെ അച്ഛൻ പോവും. ഞാനും കൂടെ പോയാലോന്ന് ആലോചിക്കുക. അവളൊന്നും മിണ്ടിയില്ല. കനി, നിന്റെ ഡ്രസ്സും അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുത്തു വെക്കുക. ഏതൊക്കെ? നീ എൻ്റെ കൂടെ വരുന്നുണ്ട്. അവൾ അത്ഭുതത്തോടെ എന്നെ നോക്കി. പിന്നെ ഇല്ലെന്ന് തലയാട്ടി. നിന്നെ ഇവിടെ തനിച്ചാക്കാൻ എനിക്ക് വയ്യ. പറവല്ല മാമ, ഞാൻ അഡ്ജസ്റ്റ് പണിക്കല. നീക്ക് പോയി വാ. എൻ്റെ വീട്ടിൽ തന്നെ അമ്മയെങ്കിലെയും കൂടെ തനിയെ വാഴുന്നത് എനിക്ക് ഭയമേ ഇല്ലേ? എൻ്റെ കൂടെ വരാൻ ഇഷ്ടമല്ലേ നിനക്ക്? മുതൽ തടവ് ഊരിക്ക് വന്ന് അപ്പാവുടെ ബോഡി കൂടെ താൻ. പിന്നെ വന്നത് പാട്ടി ഇറന്നതുക്ക്. ഇപ്പം അമ്മ പോയതുക്കപ്പുറം യാറാവത് എന്നെ വിട്ട് പോകുമ്പോൾ മട്ടും അന്ത് ഊരിക്ക് വരതുക്ക് എനിക്ക് പിടിക്കല്ലേ. അവൾ പറയുന്നത് ശരിയാണ്. ഇതുവരെ നാട്ടിൽ വന്നെല്ലാം ആരെങ്കിലും മരിച്ചതിന് ശേഷം മാത്രമാണ്. ആദ്യം അവളുടെ അച്ഛൻ, പിന്നെ മുത്തശ്ശി, ഇപ്പോൾ അവളുടെ അമ്മയും. ഞാൻ പതിയെ അവളുടെ കയ്യിൽ പിടിച്ചു. എനിക്ക് ആരുമില്ലെന്ന സിമ്പതി അതാനാ? അല്ല, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. എപ്പോഴും നീ എൻ്റെ അടുത്ത് വേണം. അവൾ എൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. നിനക്ക് ആരുമില്ല എന്നൊരിക്കലും ചിന്തിക്കരുത്. ഞാനുണ്ട്, ദേവിയൊക്കെയുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും വല്യമ്മാവനും മാമിയും എല്ലാവരും ഉണ്ട്. മാമാ, നിജമാ? ഉങ്ങൾക്ക് എന്നെ പിടിച്ചിരിക്ക? ഞാൻ വലത് കൈ കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു. കനി, ഒന്നും പ്രതീക്ഷിക്കാതെയാ നീ എന്നെ സ്നേഹിച്ചത്. അത് ഒരുപാട് വർഷങ്ങളെ എന്നോട് പോലും പറയാതെ. എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ എന്ന് പോലും ഉറപ്പില്ലാത്തൊരിഷ്ടം.
അങ്ങനെ സ്നേഹിക്കാൻ ഒരാൾക്ക് കഴിയുമെന്ന് സംശയം. എന്നോട് ആത്മാർത്ഥത കാണിക്കാത്ത പെണ്ണിനു വേണ്ടി ജീവിതം പാഴാക്കുമ്പോൾ നിന്റെ മനസ്സ് കാണാൻ പറ്റിയില്ലടി. സോറി. പെട്ടെന്ന് അവൾ എൻ്റെ വായ പൊത്തി. മാമ പിന്നെ വാർത്തയും സൊല്ലാത്. ഞാൻ ആ കൈ പിടിച്ച് മൃദുവായി ഉമ്മ വെച്ച്. കുഞ്ഞമാമൻ തമാശയായിട്ടാണോ കാര്യമായിട്ടാണോ നിന്നെ എനിക്ക് തരണമെന്ന് പറഞ്ഞെന്നറിയില്ല. പക്ഷെ മാമിക്കതായിരുന്നു ആഗ്രഹം. ദേവിയക്കയോട് ഇതേപ്പറ്റി ഇന്നലെ സംസാരിച്ച്. അക്കും സന്തോഷമേ ഉള്ളൂ. മാമിയുടെ ആണ്ടിന് അക്കയ ഹസ്ബൻഡ് വരും. അതിനുശേഷം നാട്ടിൽ വെച്ച് കല്യാണം. സമ്മതാണോ? അവൾ തലകുനിച്ചിരിക്കുകയാണ്. കണ്ണുനീർ തുള്ളികൾ മടിയിലേക്ക് ഇറ്റു വീഴുന്നുണ്ട്. കനി സൊല്ലു മാമ. എനിക്ക് ഉന്നെ ரொம்ப പിടിക്കും. ഐ ലവ് യു. അതോടെ അവിടെ നിയന്ത്രണം വിട്ടു. ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് അവൾ എൻ്റെ നെഞ്ചിലേക്ക് വീണു. ഞാൻ അവിടെ മുടിയിലൂടെ തലോടിക്കൊണ്ടിരുന്നു. അച്ഛൻ മുറിയുടെ വാതിൽക്കൽ വന്ന് ഞങ്ങളെ ഒന്ന് നോക്കി. പിന്നെ പുറത്തേക്ക് ഇറങ്ങി. ചുടുകാറ്റടിക്കുന്ന തമിഴ് മണ്ണിൽ നിന്നും ട്രെയിൻ കേരളത്തിൻ്റെ കുളിർമയിലേക്ക് കടന്നു. കനിമൊഴി എൻ്റെ ചുമലിലേക്ക് തലയയച്ചു വെച്ച് ഉറങ്ങുകയാണ്. അച്ഛൻ എൻ്റെ നേരെ മുമ്പിലെ സീറ്റിൽ എന്തോ പുസ്തകം വായിക്കുന്നു. അച്ഛാ, എന്നോട് ദേഷ്യമുണ്ടോ? എന്തിനാടാ ഇങ്ങനെ തീരുമാനം എടുത്തതിന്? അച്ഛൻ പുസ്തകം മടക്കി വെച്ച് കണ്ണടൂരി പോക്കറ്റിലിട്ടൊന്ന് പുഞ്ചിരിച്ചു. ഇതിങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ. എൻ്റെ നിൻ്റെ അമ്മയുടെയും വല്യമ്മാവിൻ്റെയൊക്കെ ആഗ്രഹം ഇത് തന്നെയായിരുന്നു. നിന്റെ മുത്തശ്ശി എന്നോട് പറഞ്ഞാ നിന്നെ കൊണ്ട് കനിയെ കെട്ടിക്കണമെന്ന്. നിനക്കത് തോന്നാൻ സമയമെടുത്തു. കുറച്ച് നാൾ മുമ്പേ നീ തീരുമാനം എടുത്തിരുന്നെങ്കിൽ ലക്ഷ്മിയും സന്തോഷിച്ചേനെ. സാരമില്ല. കനിമൊഴി ഉറക്കത്തിലൊന്ന് ഞെരങ്ങി. ഞാൻ അവളെ ശ്രദ്ധാപൂർവം മടിയിലേക്ക് ചായച്ച് കിടത്തി. മുഖത്തേക്ക് വീണ അവളുടെ മുടിയിഴകൾ മാടിയൊതുക്കുന്ന കണ്ടപ്പോൾ അച്ഛനൊരു കള്ളച്ചിരിയോടെ പുറത്തേക്ക് കണ്ണു നട്ടു. പാതി വഴിയിൽ ഒരാൾ ഉപേക്ഷിച്ച് പോകുമ്പോൾ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. അതൊരവസരമാണ്. പകൽക്കിനാവുകളിൽ നിന്നുണർന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള അവസരം. ഞാനതിന് കുറച്ച് വൈകിപ്പോയി. കാലുകൾ നീട്ടിവെച്ച് കനിമൊഴിക്ക് ഉറങ്ങാൻ ഞാൻ സൗകര്യമൊരുക്കി. പിന്നെ കണ്ണുകൾ അടച്ചു. ചാറ്റൽ മഴ നനഞ്ഞുകൊണ്ട് ട്രെയിൻ കൂകിപ്പാഞ്ഞ് നീങ്ങുകയാണ്.